പരിശുദ്ധനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ഈ അനുഗ്രഹിക്കപ്പെട്ട നല്ല പ്രഭാതവേളയ്ക്കായി ഞങ്ങൾ നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സുവിശേഷത്തെക്കുറിച്ചും യേശു ക്രിസ്തുവിലൂടെയുള്ള നിത്യരക്ഷയെക്കുറിച്ചും ഈ പ്രദേശത്തോട് വിളംബരം ചെയ്യുവാൻ തക്കവണ്ണം ഈ പ്രഭാത സമയത്തൂടെ കൂടി വരുവാൻ സർവശക്തനായ ദൈവം ഞങ്ങളെ സഹായിച്ച വലിയ ദൈവകൃപയ്ക്കായി ഞങ്ങൾ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. ഹല്ലേലൂയ. വചന കേൾവിക്കായി ഒരു കൂട്ടം ജനത്തെ ഇന്ന് പകലിൽ കർത്താവ് ഒരുക്കണമേ. ഭവനി ശബ്ദപരിധിക്കുള്ളിൽ വചനം കേൾക്കുന്ന എല്ലാവരോടും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇടപെടേണ്ടതിനായി ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഇവിടെ തലവണയ്ക്ക് എല്ലാവർക്കുമായി സ്തോത്രം. തുടർന്ന് ദൈവജനം സംസാരിക്കുന്ന അഭിഷക്തനെ ശക്തമായി ദൈവജന ഘോഷണത്തിനായി കർത്താവ് ഒരുക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. എല്ലാ മാനവും പുകഴ്ചയും ഇന്ന് പകല് ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുകയാണ്. പ്രാർത്ഥന കേട്ടതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. മഹത്വം അങ്ങേക്ക് യേശു ക്രിസ്തുവിന്റെ വലിയ നാമത്തിൽ തന്നെ. ആമേൻ. യേശുനാമം
അടുത്തും അകലെയുമായി ഉച്ചഭാഷയുടെ ശ്രദ്ധാപരിധികൾക്കുള്ളിൽ ചാരത്തും ദൂരത്തുമായി ഞങ്ങളുടെ വാക്കുകളെ സാശ്രദ്ധയും ശ്രദ്ധിക്കുന്ന എല്ലാ ബഹുമാന്യ ശ്രോതാക്കൾക്കും ഞങ്ങളുടെ ഹൃദയത്തിന്റെ ഭാഷയിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. കുറിച്ചി ന്യൂ ഇന്ത്യ ദൈവസഭയുടെ ആഭിമുഖ്യത്തിൽ ദൈവത്താൽ സ്നേഹിക്കപ്പെട്ടിരിക്കുന്ന ഈ ദേശത്തിന്മേൽ സുവിശേഷത്തിന്റെ സന്ദേശങ്ങൾ ഒരിക്കൽ കൂടി മുഴങ്ങി കേൾക്കുവാൻ ഹൃദയങ്ങളിലേക്ക് കാതുകളിലേക്കും പകലി ജീവന്റെ വചനങ്ങൾ നമ്മളിൽ എത്തിച്ചേരുവാൻ ലഭ്യമായിരിക്കുന്ന ഈ അനുഗ്രഹമായിരിക്കുന്ന സമയം ദൈവം നമ്മെ ആഴമായി സ്നേഹിക്കുന്നു എന്നതിൻ്റെ സ്നേഹത്തിന്റെ ഒരു പ്രദർശനം കൂടിയാണ്. ആകാശവും ഭൂമിയും മാറ്റപ്പെട്ടു പോയാലും മാറ്റപ്പെടാത്ത ദൈവവചനത്തിന്റെ കേൾവികൾ ഈ ജീവിതത്തിന്റെ ഈ യാത്രയിൽ ഒരിക്കൽ കൂടി കേൾക്കുവാൻ അവസരങ്ങൾ ജീവിതത്തിൽ ലഭ്യമായത് നമ്മുടെ സൃഷ്ടാവായിരിക്കുന്ന ദൈവത്തിന്റെ സ്നേഹത്തിന്റെ പ്രദർശനം കൂടിയാണ്. വിശുദ്ധവേദ പുസ്തകത്തിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു വാക്യം: കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുകയാൽ മാനസാന്തരപ്പെട്ട സുവിശേഷത്തിൽ വിശ്വസിപ്പീൻ. സുവിശേഷം എന്ന് പറഞ്ഞാൽ ആ പദത്തിന്റെ അർത്ഥം നല്ല വാർത്ത എന്നാണ്. ജീവിതത്തിൽ നാം കേൾക്കപ്പെടുന്ന നിരവധി വാർത്തകളും എല്ലായ്പ്പോഴും ആ വാർത്തകൾ നമുക്ക് സന്തോഷങ്ങൾ പകരുന്നതല്ല. അനേക വാർത്തകൾ വളരെ സന്തോഷകരമാണ്. നമ്മുടെ തലമുറകളുടെ നന്മയുടെ വാർത്തകൾ, ജീവിതത്തിന്റെ ജയങ്ങൾ, കുടുംബത്തിന്റെ ഉന്നമനങ്ങൾ, ജീവിതത്തിൽ നാം ആഗ്രഹിച്ച ആഗ്രഹങ്ങൾ സഫലമാകുമ്പോൾ ആ വാർത്തകളൊക്കെ വളരെ സന്തോഷകരമാണ്. എന്നാൽ ഇവിടെ സുവിശേഷത്തിലൂടെ കേൾക്കപ്പെടുന്ന വാർത്ത എന്താണ്? അത് മനുഷ്യന്റെ ആത്മാവിന്റെ വീണ്ടെടുപ്പിന്റെ വാർത്തയും മനുഷ്യന്റെ ജീവിതത്തിൽ സമാധാനം നൽകി തരുന്ന ദൈവത്തിന്റെ സന്ദേശത്തിന്റെ വാർത്തയും. ആമേൻ. മരണത്തിനപ്പുറം മനുഷ്യന്റെ ജീവിതത്തിന്റെ പ്രത്യാശ നൽകി തരുന്നതുമായ വലിയ വാർത്ത, ദൈവം മനുഷ്യന് വേണ്ടി കരുതിയിരിക്കുന്നത് എന്ത് എന്ന മാനവജാതിയെ അറിയിക്കുന്ന ഒരു സന്ദേശമാണ് സുവിശേഷ സന്ദേശം, അല്ലെങ്കിൽ ആ നല്ല വാർത്ത. ഇത് ഭൂമിയിൽ എല്ലായിടവും പറയണം, അറിയിക്കണമെന്നാണ് വിശുദ്ധ ബൈബിൾ മാനവജാതിയെ പഠിപ്പിക്കുന്നത്. എല്ലാ മനുഷ്യരും ഈ സുവിശേഷത്തിന്റെ സന്ദേശങ്ങൾ, ഈ നല്ല വാർത്തകൾ കേൾക്കണം. ദൈവം മനുഷ്യന് വേണ്ടി കരുതിയിരിക്കുന്നത് എന്താണ്? ദൈവം മനുഷ്യന് വേണ്ടി ഒരുക്കിയിരിക്കുന്ന നന്മകൾ എന്താണ് എന്ന സകല മനുഷ്യനും അറിയണം. കാരണം മനുഷ്യന്റെ സൃഷ്ടാവ് ദൈവമാണ്. അതുകൊണ്ട് ദൈവത്തിന്റെ സ്നേഹം കൂടിയാണ് ഇതിൽ നിറഞ്ഞു നിൽക്കുന്നത്. ഈ സുവിശേഷത്തിന്റെ സന്ദേശങ്ങൾ കാതുകളിൽ മുഴങ്ങുമ്പോൾ ദൈവത്തിന്റെ സ്നേഹത്തിന്റെ ശബ്ദം കൂടിയാണ് ഒരിക്കൽ കൂടി കേൾക്കപ്പെടുവാൻ ഇടയായിത്തീർന്നത്. ഇതാണ് സുവിശേഷത്തിലെ നല്ല വാർത്ത എന്ന് പറയുന്നത്. സ്നേഹത്തിന്റെ സന്ദേശമാണ്. ആരാരെ സ്നേഹിച്ചു? പാപികളും ദോഷികളുമായിരിക്കുന്ന മനുഷ്യർ, ദൈവത്തിന്റെ ദൃഷ്ടിയിൽ പാപികളും ദോഷികളുമായിരിക്കുന്ന മനുഷ്യർ, സമാധാനമില്ലാതെ സ്വസ്ഥതയില്ലാതെ ജീവിതത്തിന്റെ നാഴികക്കല്ലുകൾ തരണം ചെയ്ത് മുന്നേറുന്ന മനുഷ്യന്റെ ജീവിതത്തിൽ ജീവിത പ്രശ്നങ്ങൾ കൊണ്ട് കാലിടറുമ്പോൾ, ജീവിതത്തിന്റെ പരാജയങ്ങള് അതിന്റെ കയ്പുകളെ നുകരുമ്പോൾ, ജീവിതത്തിന്റെ ഒരു ദുർസുഖമായി തീരുമ്പോൾ, ജീവിതം തന്നെ വളരെ വേദനയായി തീരുമ്പോൾ, സ്നേഹവാനായിരിക്കുന്ന ദൈവം മാനവജാതിയോട് പറയുന്നു, നീ അനുഭവിക്കുന്ന സകല പ്രതിസന്ധികളിൽ നിന്ന് വിടിവെപ്പാൻ എനിക്ക് കഴിയും. ആ ദൈവസ്നേഹം
മനുഷ്യനെ ദൈവം സ്നേഹിക്കും. ഈ സ്നേഹത്തിന്റെ സന്ദേശമാണ് സുവിശേഷ സന്ദേശം എന്ന് പറയുന്നു. മനുഷ്യന്റെ ജീവിതത്തിൽ എല്ലാ കാലങ്ങളിലും എല്ലാ കാലഘട്ടത്തിലും ഏത് പ്രായത്തിലും ഏത് സന്ദർഭത്തിലും മനുഷ്യൻ ആഗ്രഹിക്കുന്ന ഒന്നാണ് സമാധാനം. എന്നാൽ മനുഷ്യൻ ആഗ്രഹിക്കുന്ന നിലകളിലും നിലവാരങ്ങളിലും മനുഷ്യന്റെ ജീവിതത്തിൽ പരിശ്രമിച്ചിട്ടും ജീവിതത്തിൽ സമാധാനങ്ങള് മനുഷ്യന്റെ ജീവിതത്തിൽ ആഗ്രഹിക്കുന്ന പോലെ അനുഭവിക്കുവാൻ കഴിയാതിരിക്കുമ്പോൾ സുവിശേഷത്തിന്റെ സന്ദേശങ്ങൾ മാനവജാതിയോട് വിളിച്ചു പറയുന്നത് സമാധാനം തരുന്ന ഒരു ദൈവമുണ്ട്, നല്ല വാർത്തയല്ലേ? സ്നേഹിക്കുന്ന ഒരു ദൈവമുണ്ട്, നല്ല വാർത്തയല്ലേ? സമാധാനം നൽകി തരുന്ന ദൈവമുണ്ട്, നല്ല വാർത്തയല്ലേ? മാനവജാതിയുടെ ജീവിതത്തിൽ പലപ്പോഴും പലർക്കും നാളുകളെ കുറിച്ച് പ്രത്യാശയില്ലാതെ നിരാശയോടുകൂടി ജീവിക്കുന്ന മനുഷ്യരുണ്ട്. ആർക്ക് വേണ്ടി ജീവിക്കണം, എന്തിനു വേണ്ടി ജീവിക്കണം, ആരാ എനിക്കുള്ളത്, ആരുമില്ല എന്ന് പറയുന്നവർ ലഭിക്കുന്നവരും പക്ഷേങ്കിൽ ആരും കാണാതെ ഭവനത്തെങ്കിലും ഹൃദയത്തെങ്കിലും പറയുന്നവരുമുണ്ട്, ആർക്ക് വേണ്ടിയാണ് ഞാൻ ജീവിക്കുന്നത്. അപ്പൊ നാളുകളെ കുറിച്ച് പ്രത്യാശയില്ലാതെ സമയങ്ങളിൽ നിരാശകളോടുകൂടി ദിനരാത്രങ്ങളിൽ നിരാശയോടുകൂടി കിടക്കവരിൽ പോലും ഉറങ്ങുവാൻ കഴിയാതെ പ്രത്യാശയില്ലാതെ ജീവിക്കുന്ന അനവധി മനുഷ്യരുള്ളപ്പോൾ സുവിശേഷം മനുഷ്യരോട് പറയുന്നു, നാളുകളെ കുറിച്ച് പ്രത്യാശ നൽകി തരുന്നത് വിശുദ്ധ വേദപുസ്തകം പറയും, ശുഭ ഭാവി ഒരുക്കി നൽകി തരികയും ചെയ്യുന്ന ദൈവമുണ്ട്. ഭാവി കരുപ്പിടിപ്പിക്കാൻ മനുഷ്യൻ പരിശ്രമിച്ചിട്ടും പരാജയപ്പെടുമ്പോൾ മനുഷ്യന്റെ ഭാവിയെ അവന് വേണ്ടി യുവാവെ യുവതിയെ മാതാവെ പിതാവെ കരുതുന്ന, ഭാവിക്ക് വേണ്ടി കരുതുന്ന ഒരു ദൈവമുണ്ട്. അവയെ വ്യക്തമാക്കുന്ന ഒന്നാണ് സുവിശേഷത്തിന്റെ സന്ദേശം എന്ന് പറയുന്നത്. മരണത്തിനും അപ്പുറം മനുഷ്യ ജീവിതം എന്ത് എന്ന് മാനവജാതിയെ വ്യക്തമായും തിട്ടമായും പഠിപ്പിക്കുന്ന സന്ദേശമാണ് സുവിശേഷ സന്ദേശം എന്ന് പറയുന്നത്. അതാണ് നല്ല വാർത്ത. മരണത്തിനപ്പുറം മനുഷ്യ ജീവിതത്തിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് മനുഷ്യനറിയാതിരിക്കുമ്പോൾ മരണത്തെ ജയിച്ചുയർത്തെഴുന്നേറ്റ യേശുക്രിസ്തുവിന് മരണത്തിനപ്പുറം എന്ത് എന്ന് പറയുവാൻ കഴിയുന്ന ഒരുവൻ മാത്രമേ ഉള്ളൂ, അത് കർത്താവായ യേശുക്രിസ്തുവാണ്. അപ്പൊ സുവിശേഷം എന്ന് പറയുമ്പോൾ മരണത്തിനും അപ്പുറം മനുഷ്യന് വേണ്ടി ദൈവം കരുതിയിരിക്കുന്ന കരുതലുകൾ എന്ന മനുഷ്യനെ അറിയിക്കുന്ന സന്ദേശമാണ് സുവിശേഷ സന്ദേശം എന്ന് പറയുന്നത്. ഇത് മനുഷ്യനെ രക്ഷിക്കുന്ന സന്ദേശമാണ് സുവിശേഷ സന്ദേശം എന്ന് പറയുന്നത്. ഉലകത്തെ മറ്റൊരിടങ്ങളിൽ ഇങ്ങനെയൊരു സന്ദേശങ്ങൾ കേൾക്കാൻ കഴിയുകയില്ല. അത് കേൾക്കാൻ കഴിയുന്നത് വിശുദ്ധ വേദ പുസ്തകത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ അത് കേൾക്കുവാൻ കഴിയുകയുള്ളൂ. പുരാതനമായിരിക്കുന്ന ഈ ഗ്രന്ഥങ്ങളുടെ അടിസ്ഥാനത്തെങ്കിൽ ഈ ശാസ്ത്ര ലോകത്തിലും സംസാരിക്കുമ്പോൾ ഏതൊരു കാലത്തും ഏതൊരു മനുഷ്യന്റെയും ഹൃദയങ്ങളിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്ന സന്ദേശമാണ് സുവിശേഷ സന്ദേശം എന്ന് പറയുന്നത്. മനുഷ്യന്റെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്തുവാൻ പ്രാപ്തമായ സന്ദേശമാണ് സുവിശേഷ സന്ദേശം എന്ന് പറയുന്നത്. എല്ലാ മനുഷ്യനും ജീവിതത്തിൽ ആഗ്രഹിക്കുന്നതാണ് ഒരു മാറ്റം. ജീവിതത്തിങ്കിൽ മടുപ്പുകള് മനുഷ്യന്റെ ജീവിതത്തിങ്കിൽ കുടുംബ ജീവിതത്തിലാകാം മടുപ്പുകൾ, തൊഴിൽ മേഖലകളിലാകാം മടുപ്പുകൾ, പല വിഷയങ്ങളുടെ മുഖങ്ങളിലും മടുപ്പുകൾ അനുഭവിക്കുന്ന മനുഷ്യനുണ്ട്. മടുപ്പോടുകൂടി പ്രഭാതത്തിൽ എഴുന്നേൽക്കുന്ന മനുഷ്യനുമുണ്ട്. എന്നാൽ സുവിശേഷത്തിന്റെ സന്ദേശമോ കേൾക്കപ്പെടുന്ന മനുഷ്യന്റെ ജീവിതത്തിൽ മടുപ്പുകളല്ല, ഉത്സാഹങ്ങൾ നൽകിത്തരുന്നു. ദൈവത്തിന്റെ സാന്നിധ്യമാണ് മനുഷ്യനെ ജീവിതത്തിൽ പ്രസന്നനാക്കി തീർക്കുന്നത്, സന്തോഷമുള്ള ഒരു ഹൃദയത്തിന്റെ ഉടമയാക്കി തീർക്കുന്നത്. മനുഷ്യനിൽ അവരനുഭവിക്കുന്ന ദൈവിക സാന്നിധ്യമാണ്, അവർ രക്ഷിക്കുന്ന സന്ദേശമാണ് സുവിശേഷ സന്ദേശം എന്ന് പറയുന്നത്. ഈ സുവിശേഷ സന്ദേശങ്ങളെ കൈക്കൊള്ളുന്ന മനുഷ്യന്റെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകുകയാണ്. മാറ്റം എന്ന് പറയുമ്പോൾ ജീവിതത്തിൽ മനുഷ്യൻ അനുഭവിക്കുന്ന ഏത് പ്രതിസന്ധിയുടെ നടുവിലും മാറ്റങ്ങൾ വരുത്തുവാൻ ദൈവത്തിന് കഴിയും. ഒരുപക്ഷെ ജീവിതത്തിൽ നിരാശയോടുകൂടി ജീവിക്കുന്ന ഒരു വ്യക്തിയാകുന്നുവെങ്കിൽ നിങ്ങളെ രക്ഷിക്കുന്ന ഒരുവനുണ്ട്, അത് കർത്താവായ യേശുക്രിസ്തുവാണ്. ഒരുപക്ഷെ മനസ്സ് തളർന്ന നിരാശയോടുകൂടി ജീവിക്കുന്ന മനുഷ്യനെങ്കിൽ
നിങ്ങളുടെ മനസ്സിന്റെ ആ നിരാശയെ, നിങ്ങളുടെ ജീവിതത്തിന്റെ ആ തകർച്ചകളിൽ നിന്നും നിങ്ങളെ രക്ഷിക്കുവാൻ യേശു ക്രിസ്തുവിന് കഴിയും. അതിന് മനുഷ്യൻ ചെയ്യേണ്ട ഒന്നേ ഉള്ളൂ, ഈ യേശുവിനെ കർത്താവും ഈ യേശുവിനെ രക്ഷകനുമായി ജീവിതത്തിങ്കലേക്ക്, ഹൃദയത്തിങ്കലേക്ക് എന്നെ രക്ഷിപ്പാൻ, എന്റെ കുടുംബത്തെ, എന്റെ ജീവിതത്തെ രക്ഷിപ്പാൻ കഴിവുള്ളവനാണ് ഈ യേശു എന്ന് ഒരുവൻ വിശ്വസിക്കുക മാത്രം ചെയ്താൽ മതി. അവന്റെ മനസ്സിന്റെ എല്ലാ തകർച്ചകളിൽ നിന്നും അവനെ രക്ഷിക്കുന്ന ഒരുവനുണ്ട്, കർത്താവായ യേശു ക്രിസ്തുവാണ്. മനുഷ്യൻ അനുഭവിക്കുന്ന പ്രതിസന്ധികളുണ്ട്. ആ പ്രതിസന്ധി വ്യത്യസ്തമായിരിക്കുന്ന നിലകളിലാകാം. ഓരോ മനുഷ്യനും ജീവിതത്തിൽ അത് അഭിമുഖീകരിക്കുന്നത്. പ്രതിസന്ധികളെ അഭിമുഖീകരിക്കുവാൻ കഴിയാതെ തളർന്നു പോകുന്ന മനുഷ്യരുണ്ട്, ധൈര്യം ചോർന്നു പോകുന്ന മനുഷ്യരുണ്ട്. എന്തിനേയും ധൈര്യത്തോടെ ഞാൻ അഭിമുഖീകരിക്കും എന്ന് പറഞ്ഞിട്ടുള്ള പല മനുഷ്യനും ജീവിതത്തിൽ അഭിമുഖീകരിക്കേണ്ടി വന്ന പ്രതിസന്ധികൾ മുമ്പിൽ ധൈര്യം ക്ഷയിച്ചു പോയിട്ടുണ്ട്. എങ്കിൽ ഇന്ന് പകല് അവൻ പ്രതിസന്ധികളെ അഭിമുഖീകരിക്കുന്ന വ്യക്തിയാണെങ്കിൽ നാളുകളിൽ ഒരു പക്ഷേങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ പ്രതിസന്ധി കടന്നു വരുവാൻ സാധ്യതകൾ ഉണ്ട്. എന്നാൽ ജീവിതത്തിന്റെ പ്രതിസന്ധികളിൽ നിന്ന് നിങ്ങളെ രക്ഷിക്കുവാൻ ദൈവത്തിന് കഴിയും. യേശുവിൽ വിശ്വസിക്കുക. വിശുദ്ധ വേദപുസ്തകത്തില് ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു വാക്യമുണ്ട്, ദൈവത്താൽ അസാധ്യമായ ഒരു കാര്യവും ഇല്ല. ദൈവത്തിന് അസാധ്യമായത് മനുഷ്യന്റെ ജീവിതത്തിൽ അസാധ്യമായ അനവധി കാര്യങ്ങളുണ്ട്. ഒരു മനുഷ്യനോട് ചോദിച്ചാൽ അവൻ പറയും, എനിക്ക് അസാധ്യമായിരിക്കുന്ന 100 കാര്യങ്ങളുണ്ട് എന്ന് മനുഷ്യനോട് പറയുമ്പോൾ, മനുഷ്യന് അസാധ്യമായിരിക്കുന്ന ഏത് വിഷയങ്ങളാണേലും ദൈവത്തിന്റെ സന്നിധാനത്തിലേക്ക് അവൻ കൊണ്ടുവന്ന അവൻ അസാധ്യമായ അവന്റെ ആ വിഷയത്തിൽ നിന്ന് അവനെ രക്ഷിക്കുന്ന ദൈവമുണ്ട്. അതാണ് ഞങ്ങൾ പറയുന്നത്, യേശു രക്ഷകനാണ്, രക്ഷകനാണ്. ഞങ്ങളെ രക്ഷിച്ചവനായിരിക്കുന്ന കർത്താവ് നിങ്ങളെയും താങ്കളെയും രക്ഷിപ്പാനവൻ കരുത്തുറ്റവനാണ്. കരുത്തുറ്റ ബലത്തിന്റെ ഒരു കരങ്ങൾ ആ യേശുവിനെ അറിയുന്നുവോ, ആ മനുഷ്യനെ കരുത്തുറ്റ ഒരു കരത്തിന്റെ ബലങ്ങൾ അവനെ വ്യാപരിച്ചുകൊണ്ടേ ഇരിക്കും. ഹല്ലേലൂയ. കർത്താവായ യേശു ആരാണ് ചോദ്യത്തിന്, സുവിശേഷം എന്തെന്ന ചോദ്യത്തിന് അവൻ രക്ഷിക്കുന്ന ഒരുവനാണ് കർത്താവായ യേശു ക്രിസ്തു. അവൻ രക്ഷകനാകുന്നു. അവൻ രക്ഷകനായിരിക്കുന്ന യേശു ജീവിതത്തിലേക്ക് കടന്നു വന്നാൽ മനുഷ്യന്റെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങളാണ് വരുന്നത്. മാറ്റങ്ങളെ കുറിച്ച് പറയുമ്പോൾ, ഒരു കാലത്ത് വീട്ടുകാർക്കും നാട്ടുകാർക്കും ദേശക്കാർക്കും കൊള്ളാത്തവരായി ജീവിച്ച മനുഷ്യരെ വീട്ടുകാർക്കും നാട്ടുകാർക്കും കൊള്ളാകുന്നവനാക്കി തീർത്തത് സുവിശേഷമാണ്. അവരെ രക്ഷിച്ചത്. അതുകൊണ്ട് വിശുദ്ധ വേദപുസ്തകത്തിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു, യേശുവിന്റെ വാക്കാണ്, ഞാൻ വഴിയും സത്യവും ജീവനുമാകുന്നു എന്ന് യേശു സമൂഹത്തെ നോക്കി പറയുന്നു. ഞാൻ ഒരിക്കൽ കൂടെ വാക്കുകൾ ആവർത്തിക്കുന്നു. യേശു പറയാൻ വഴിയും സത്യവും ജീവനും ആകുന്നു. എന്താണ് വഴി എന്ന് പറയുമ്പോൾ, ഗവൺമെന്റ് വെട്ടി ഒരുക്കിയിരിക്കുന്ന വഴികളെ കുറിച്ചല്ല ഇവിടെ പറയുന്നത്. വഴി എന്ന് പറയുന്നത് അവൻ 2 വ്യത്യസ്തമായിരിക്കുന്ന സ്ഥലങ്ങളെ, വിദൂര സ്ഥലങ്ങളെ യോജിപ്പിക്കുന്ന ഒന്നാണ് വഴി. അവർ വിദൂര സ്ഥലം എന്ന് പറയുന്നത് എന്താണ്? വിദൂര സ്ഥലം എന്ന് പറയുന്നത് അവനും ഭൂമിയിൽ പാർക്കുന്ന മനുഷ്യനും സ്വർഗത്തിൽ വസിക്കുന്ന ദൈവവും തമ്മിൽ ഒരു വഴി ഒരുക്കിയിരിക്കുന്ന ഒരുവനാണ് കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തു. അതാണ് ഞാൻ വഴിയാണ്. മനുഷ്യന് വേണ്ടി ദൈവം ഒരുക്കിയിരിക്കുന്ന നിത്യതകളിലേക്ക് മനുഷ്യൻ കടന്നു പോകുന്നത് ആരിൽ കൂടിയാണ്? രക്ഷകനായിരിക്കുന്ന യേശു ക്രിസ്തുവിൽ കൂടിയാണ് അവൻ നിത്യതയിലേക്ക് പ്രവേശിക്കുന്നത്.
പറയുന്നത്, അവന്റെ ആത്മാവിന്റെ രക്ഷകളെ അവൻ കരഗതമാക്കിക്കൊണ്ട് ക്രിസ്തു ഒരുക്കിയിരിക്കുന്ന വഴികളിലൂടെ സഞ്ചരിക്കുന്ന മനുഷ്യനെ കുറിച്ച് വിശുദ്ധ വേദപുസ്തകം പറയുന്ന ആ വഴികളിൽ സഞ്ചരിച്ച ഉറപ്പു തരുന്ന ഒരു വാക്യമാണ്, ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ഞാൻ ഒരു നാളും ഉപേക്ഷിക്കത്തില്ല. ഈ ലോകത്തിലെ രാജാക്കന്മാർക്കോ രാഷ്ട്രീയ നേതാക്കന്മാർക്കോ മത നേതാക്കന്മാർക്കോ നമ്മുടെ പ്രിയപ്പെട്ടവർക്കോ രക്തബന്ധങ്ങൾക്കോ ഒരിക്കലും ഇങ്ങനെ പറയുവാൻ കഴിയുകയില്ല. പറഞ്ഞാൽ തന്നെ ആ വാക്ക് യാഥാർത്ഥ്യങ്ങളാകുകയില്ല. ഞാൻ ഒരു നാൾ ഇതിനെ കൈവിടുകയില്ല, ഒരു നാൾ ഇതിനെ ഉപേക്ഷിക്കത്തില്ല. ഈ ദൈവം ഒരുക്കിയിരിക്കുന്ന വഴി, മനുഷ്യന്റെ ആത്മാവിന്റെ രക്ഷയ്ക്ക് വേണ്ടി ദൈവം ഒരുക്കിയിരിക്കുന്ന വഴിയാകുന്ന യേശു ക്രിസ്തുവിലൂടെ ഒരുവൻ സഞ്ചരിക്കുന്നു എങ്കിൽ അവന്റെ ജീവിതത്തിൽ ദൈവം അവനെ കൈവിടത്തില്ല, ദൈവ കുടുംബത്തെ കൈവിടത്തില്ല. അവന്റെ ഏത് പ്രതിസന്ധിയുടെ നടുവിലും കൈവിടാത്ത ദൈവമുണ്ട്, അവനെ രക്ഷിക്കുന്നവനായിരിക്കുന്ന ദൈവമുണ്ട്. അതുകൊണ്ടാണ് ഭക്തന്മാർ പറയുന്നത്, ഞാനും എന്റെ കുടുംബം യഹോവയെ സേവിക്കുമെന്ന് പറയുന്നത്. അവ കുടുംബം ദൈവത്തെ സേവിച്ച കുടുംബത്തെ രക്ഷിക്കുന്നവനായ ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. അനേക കുടുംബങ്ങള് ഇവിടെ വീണ് തകരുമ്പോ കുടുംബത്തിന്റെ സ്ഥാപകൻ വാസ്തവത്തിൽ ദൈവമാണ്, ദൈവമാണ് കുടുംബത്തിന്റെ സ്ഥാപകൻ. എന്നാൽ അനേക കുടുംബങ്ങളിൽ കണ്ണുനീരുകളും ദുഃഖങ്ങളും നിരാശകളും ആ ജീവിക്കുമ്പോൾ വിശുദ്ധ വേദപുസ്തകം പറയുന്നു, കുടുംബ ജീവിതത്തെ ധന്യമാക്കുന്നവരായ ഒരു ദൈവമുണ്ട്. അനേക കുടുംബങ്ങളിൽ തമ്മിൽ ചേർച്ചയില്ലാതിരിക്കുമ്പോ, തമ്മിൽ യോജിപ്പില്ലാതിരിക്കുമ്പോ ജീവിതത്തിലേക്ക് യേശു ക്രിസ്തുവിനെ ക്ഷണിച്ച ജീവിതത്തിന്റെ അഭിപ്രായ വ്യത്യാസങ്ങളാകാം, കുടുംബത്തിൽ ചേർച്ചയില്ലാതെ ജീവിക്കുന്ന അനുഭവങ്ങളാകാം, ഒരു കൂരയ്ക്കുള്ളില് ഒരു പക്ഷേ ശത്രുക്കളെ പോലെ ജീവിക്കുന്ന മനോഭാവത്തോടുകൂടി ചേർന്നു പോകുവാൻ കഴിയാത്ത ഭർത്താവെന്ന് ഒരു പക്ഷേ പറയുമായിരിക്കും, ചേർന്നു പോകുവാൻ എനിക്കൊരിക്കലും കഴിയുകയില്ല എന്ന് പറയുന്ന ഭാര്യയാണെന്ന് പറയുമായിരിക്കാം. എന്നാൽ അങ്ങോട്ടും ഇങ്ങോട്ടും വഴി പറയുമ്പോൾ ഞങ്ങൾക്ക് പറയുവാനുള്ള ഒരു കാര്യമുണ്ട്, യേശു ക്രിസ്തുവിനെ കുടുംബജീവിതത്തിലേക്ക് സ്വീകരിച്ച കുടുംബത്തിന്റെ ഉള്ളിൽ പുകയുന്ന നെരുപ്പോട് പോലെയുള്ള അത് പുകയുന്ന ജീവിത ദുഃഖത്തിൽ നിന്ന് രക്ഷിക്കുന്നവരായ ഒരു ദൈവമുണ്ട്. യേശു ക്രിസ്തു രക്ഷിക്കുന്ന ദൈവമാണ്. ഏതൊരു മനുഷ്യനെ രക്ഷിപ്പാൻ അവന്റെ കരങ്ങൾക്ക് കൈ ആരവർ വിശ്വസിക്കുന്നുവെങ്കിൽ ആ കുടുംബത്തെ രക്ഷിപ്പാൻ യേശു ക്രിസ്തുവിന് കഴിയും. അപ്പൊ യേശു ആരാ? യേശു രക്ഷകനാണ് എന്നൊരു മനുഷ്യന് പറയുവാൻ കഴിയുമല്ലോ. ഞങ്ങൾക്ക് പറയുവാൻ കഴിയും, വഴിയും സത്യവും ജീവനുമാണ്. ഇന്ന് അനേക യുവതലമുറകള് വഴിതെറ്റിപ്പോകുകയാണ്. എന്താണ് ഇവിടെ കൊട്ടേഷൻ സംഘങ്ങൾ രൂപപ്പെടുന്നത്, കൊലപാതകങ്ങൾ ഉണ്ടാകുന്നത്, ഉഗ്രവാദികൾ ഉണ്ടാകുന്നത്, വഴിതെറ്റിപ്പോകുന്ന മനുഷ്യരുടെ എണ്ണങ്ങൾ ഇവിടെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അവരുടെ കാതുകളിൽ അവരുടെ ഹൃദയങ്ങളിൽ വന്നു ചേർന്ന സന്ദേശങ്ങളുടെ പിന്നാലെ അവർ പോകുക. വഴിതെറ്റി പോകുമ്പോൾ യുവാവേ, യുവതിയെ, കുടുംബമേ, നിന്നെ നേരെയുള്ള വഴികളിൽ നടത്തുവാൻ ഒരുവരുണ്ട്. കർത്താവായ യേശു ക്രിസ്തുവാണ്. അവരിൽ വിശ്വസിച്ച നിന്റെ വഴികളെ നേരായ വഴികളിൽ നടത്തുവാൻ കഴിയും. അനേക കുടുംബങ്ങളിൽ അനേക തലമുറകൾ വഴിതെറ്റിപ്പോകുമ്പോൾ വിശുദ്ധ വേദപുസ്തകം പറയുന്നു, രക്ഷിക്കുന്ന ദൈവമുണ്ട്. നിന്റെ വഴിയാത്രയിൽ വഴിതെറ്റിപ്പോകുന്നവരുമാണെങ്കിൽ യേശു ക്രിസ്തുവിലേക്ക് കടന്നു വന്ന രക്ഷിക്കുന്നവനായ ദൈവമുണ്ട്. ഈ ശബ്ദങ്ങൾക്കുള്ളിൽ ആരെങ്കിലും ജീവിതത്തിൽ വഴിമാറിപ്പോകുന്നുവെങ്കിൽ, വഴിതെറ്റിപ്പോകുന്നുവെങ്കിൽ, അത് യുവാവാകാം, യുവതിയാകാം, മാതാവാകാം, കുടുംബമാകാം, വഴിതെറ്റിപ്പോകുന്നുവെങ്കിൽ വഴിയും സത്യമായ യേശു ക്രിസ്തുവിനെ കർത്താവൻ രക്ഷകരമായി സ്വീകരിച്ചാൽ നേരെയുള്ള വഴികളിൽ നടത്തുവാൻ അവന് കഴിയും. കരുത്തുറ്റ കരങ്ങള് നിന്നെ കൈവിടാതെ നടത്തുന്നവനായ ദൈവമുണ്ട്. യേശു രക്ഷകരായിരിക്കുന്ന ദൈവമാണ്. ഞാനൊരു കഥ വായിച്ചിട്ടുണ്ട്. അതിങ്ങനെയാണ്, വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോയിരിക്കുന്ന ഒരു കുഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് മടങ്ങിപ്പോകുവാൻ അവന് വഴി അറിയുകയില്ല. വീട്ടിൽ നിന്നും വളരെ അകന്നു പോയിരിക്കുന്നു. ആ കുഞ്ഞ് ഒരു മനുഷ്യനോട് ചോദിച്ചു, എന്റെ വീട്ടിലേക്ക് പോകുവാനുള്ള വഴി
ഇന്നതാണ്, എനിക്കൊന്ന് പറഞ്ഞു തരാമോ? എന്റെ വീടിനടുത്താണ്, വഴി ഒന്ന് പറഞ്ഞു തരാമോ? ആ മനുഷ്യൻ അവന് വഴി പറഞ്ഞു കൊടുത്തു. അവൻ മുമ്പോട്ട് നടന്നു പോയപ്പോൾ ഒരു നാർക്കവലയിൽ എത്തിയപ്പോൾ എങ്ങോട്ട് പോകണമെന്ന് അറിയില്ല. അവനൊരു വഴി തെരഞ്ഞെടുത്തു, ആ വഴിയിലൂടെ സഞ്ചരിച്ചു. എന്നാൽ അവന് മനസ്സിലായി, ഇത് എനിക്ക് പരിചയമുള്ള വഴിയല്ല. അതുകൊണ്ട് അവൻ മറ്റൊരാളോട് ചോദിച്ചു, എന്റെ വീട് ഇന്ന സ്ഥലത്താണ്, എന്റെ വീട്ടിലെത്തിക്കാമോ? ആ മനുഷ്യൻ അവന് കൂടെ വന്നു, അവന്റെ കൈ പിടിച്ച് അവന്റെ വീട്ടുപോലും നടത്തി വീട്ടിലെത്തിച്ച്. ആരാണ് ഈ വഴിതെറ്റിപ്പോയത്? ആരാണ് വഴിതെറ്റിപ്പോയത്? പാപത്താൽ മനുഷ്യന് വഴിതെറ്റിപ്പോവുകയാണ്. ദൈവം അവന് ഒരുക്കിയിരിക്കുന്ന ഭവനം അത് നിത്യസ്വർഗമാണ്. ആ ഭവനത്തിലേക്ക് പോകുവാൻ അവന് വഴി അറിയുകയില്ല. അവന് വഴി ഒരുക്കിയിരിക്കുന്ന ഒരുവനുണ്ട്, അത് കർത്താവായ യേശു ക്രിസ്തുവാണ്. ആ യേശുവിനെ കർത്താവിന്റെ രക്ഷകനുമായി സ്വീകരിച്ച അവൻ നിത്യഭവനമായിരിക്കുന്ന നിത്യസ്വർഗത്തോട് ഈ ഭൂമിയിലെ പാർക്കുന്ന കാലമത്രയും അവൻ നിന്നെ കൈപിടിച്ച് നടത്തുക, തെറ്റിപ്പോകാതെ വീട്ടിലെത്തോളം നടത്തുക കഴിവുള്ള ഒരുവനുണ്ട്. അവനെ ജീവിതത്തിന്റെ ഈ വഴിയാത്രയെങ്കിൽ ഇപ്പോഴാകുന്ന സുപ്രസാദകാലം, ഇപ്പോഴാകുന്ന രക്ഷാ ദിവസം, ഇന്ന് പകല മരണമെടുക്കും മുമ്പ്, ഇന്ന് പകല ഈ യേശുവിനെ കർത്താവും രക്ഷകനായി സ്വീകരിക്കുന്നുവെങ്കിൽ ഈ യേശു താങ്കളെ കൈപിടിച്ച അവൻ വീട്ടിലെത്തുമ്പോൾ, നിത്യഭവനത്തിലെത്തുമ്പോൾ, ഈ ഭൂമിയിൽ നിന്ന് മരണം മുഖാന്തരം ഒരുപക്ഷെ താങ്കൾ മാറ്റപ്പെടുന്ന ആ കാലം വരെ കൈപിടിച്ച് നടത്തുവാൻ കഴിവുള്ളവരായ ദൈവമുണ്ട്. അതുകൊണ്ടാണ് യേശു ക്രിസ്തു പറയുന്നത്, ഞാനാണ് വഴി, ഞാനാണ് വഴിയും സത്യവും ജീവൻ, ഞാനാകുന്നു. യേശുവിനെ പോലെ മറ്റൊരുവനില്ല. ഇവിടെ അനേക ഗുരുക്കന്മാർ വന്നിട്ടുണ്ട്, അനേക ആൾക്കാർ വഴി പറഞ്ഞു തന്നെങ്കിലും യഥാർത്ഥ വഴി ഏതെന്ന് മനുഷ്യന് ഗ്രഹിക്കുവാൻ കഴിഞ്ഞില്ല. പലരും വഴി തെറ്റി പോകുമ്പോൾ നല്ല വഴികളെ അതിനൊരുക്കി നൽകി തന്നിരിക്കുന്ന ഒരുവനുണ്ട്, അതാണ് കർത്താവായ യേശു ക്രിസ്തു. സുവിശേഷം എന്ന് പറഞ്ഞാൽ അത് രക്ഷിക്കുന്ന സന്ദേശമാണ്. രക്ഷകൻ വ്യക്തിയെ രക്ഷിപ്പാൻ, കുടുംബത്തെ രക്ഷിപ്പാൻ, ജീവിതത്തിന്റെ പ്രതിസന്ധികളിലൂടെ പ്രയാസങ്ങളിലൂടെ കടന്നു പോകുന്ന വ്യക്തി എങ്കിൽ താങ്കളെ രക്ഷിപ്പാൻ ഒരുവനുണ്ട്, അത് കർത്താവായ യേശു ക്രിസ്തുവാണ്. മനുഷ്യനെ രക്ഷിക്കുന്നത് അവന്റെ ആത്മാവിന്റെ വീണ്ടെടുപ്പ് കൂടിയാണ്. മനുഷ്യന് ഭാവിയാണ്, ദൈവത്തിൽ നിന്നും അവൻ അകന്നു പോയതാണ്. ദൈവമാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്. എന്നാൽ പാപം മുഖാന്തരം പാപം ഇല്ലാത്ത ദൈവത്തിൽ നിന്ന് മനുഷ്യൻ ബന്ധങ്ങളെ അകന്ന് പാപിയായി തീർന്നപ്പോൾ പാപിയായ മനുഷ്യനെ രക്ഷിപ്പാൻ വേണ്ടി ദൈവം ഒരുക്കിയതാണ് കർത്താവായ യേശു ക്രിസ്തു. മനുഷ്യനായി ഈ ഭൂമിയിൽ വന്ന് സകല മനുഷ്യന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി യേശു ക്രിസ്തു കാൽവരി മരിച്ചു. ആ മരണം മനുഷ്യന്റെ ആത്മാവിന്റെ വീണ്ടെടുപ്പിന് വേണ്ടിയാണ്. ദൈവത്തെ കുറിച്ച് പഠിക്കുമ്പോൾ പറയുന്നു, ദൈവം ആത്മാവാകുന്നു. മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചപ്പോൾ ദേഹം, ദേഹി, ആത്മാവ് എന്ന് 3 ഘടകങ്ങളാൽ മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചപ്പോൾ അതിന്റെ ആത്മാവിന്റെ രക്ഷയ്ക്ക് വേണ്ടിയാണ് യേശു ക്രിസ്തു ഈ ലോകത്തിൽ വന്ന പാപമല്ലാത്തവൻ പാപിയായ മനുഷ്യർക്ക് വേണ്ടി യേശു ക്രിസ്തു മരിച്ചു. യേശു ക്രിസ്തുവിന്റെ മരണത്തിലൂടെ മനുഷ്യന്റെ ആത്മാവിന്റെ വീണ്ടെടുപ്പാണ്. അപ്പൊ യേശു ക്രിസ്തു രക്ഷകൻ എന്ന് പറയുമ്പോൾ അവൻ ആത്മാവിന്റെ രക്ഷകനാണ്. സകല മനുഷ്യന്റെയും ആത്മാവിന്റെ രക്ഷകനാണ്. പാപം മനുഷ്യനെ വിട്ട് മാറുമ്പോഴാണ്. എങ്ങനെയാണ് പാപം മനുഷ്യനെ വിട്ട് മാറുന്നത്? യേശുവിനെ കർത്താവിന്റെ രക്ഷകനുമായി സ്വീകരിക്കുമ്പോഴാണ് അവന്റെ ജീവിതത്തിന്റെ ആ കാലം അത്രയുമുള്ള പാപത്തിൽ നിന്നും അവന് മോചനം ഉണ്ടാകുന്നത്. പാപിയായ മനുഷ്യൻ പാപത്തിൽ ജീവിച്ച് പാപത്തിൽ മരിച്ചാൽ നിത്യ നരകത്തിലേക്ക് അവൻ കടന്നു പോകുകയാണ്. എന്നാൽ പാപിയായ മനുഷ്യന് ഭൂമിയിൽ ജീവിച്ചിരിക്കും കാലഘട്ടങ്ങളിൽ തന്റെ ആത്മാവിന്റെ രക്ഷയ്ക്ക് വേണ്ടി മരിച്ച യേശു ക്രിസ്തുവിൽ അവൻ വിശ്വസിക്കുമ്പോൾ അവന്റെ ആത്മാവിന്റെ വീണ്ടെടുപ്പ് പ്രാപിക്കപ്പെടുവാൻ ഇടയായിത്തീരും. അതിന്റെ പേര് ജീവന്റെ പുസ്തകത്തിൽ എഴുതപ്പെടുവാൻ ഇടയായിത്തീരും. മരണം മനുഷ്യന്റെ ജീവിതത്തിൽ അവസാനം അല്ല, മരണാനന്തരം ഒരു ജീവിതമുണ്ട് എന്ന്
യേശു ക്രിസ്തു മാനവജാതിയെ പഠിപ്പിക്കുന്നു. മരണത്തിന്റെ തനിക്ക് അധികാരമുണ്ട് എന്ന് താൻ ജീവിച്ചിരിക്കും കാലഘട്ടങ്ങളിൽ അത് വ്യക്തമായി തെളിയിച്ചതാണ്. ആ തെളിയിച്ചത് ഇങ്ങനെയാണ്: മരിച്ച മനുഷ്യനെ അവൻ ഉയർത്തെഴുന്നേൽപ്പിച്ചു. അവൻ മരണത്തിന്റെ തനിക്ക് അധികാരമുണ്ട് എന്ന് യേശു മാനവജാതിയെ പഠിപ്പിക്കുകയായിരുന്നു. മരിച്ച മനുഷ്യനെ 4-ാം ദിവസം, ലാസർ എന്ന് പറയുന്ന മനുഷ്യനെ 4-ാം ദിവസം ഉയർപ്പിച്ചപ്പോൾ മരണത്തിന്റെ തനിക്ക് അധികാരമുണ്ട്. പക്ഷെ വേദപുസ്തകം പറയുന്നു മരണം മനുഷ്യന്റെ ജീവിതത്തിന്റെ അവസാനമല്ല, പിന്നെയോ അത് മറ്റൊരു ജീവിതത്തിന്റെ തുടക്കം മാത്രമാണ്. ഈ ഭൂമിയിൽ ആമേൻ 100 വർഷമോ അതിൽ കൂടുതൽ വർഷമോ ഒരു മനുഷ്യൻ ജീവിച്ചിരിക്കും. എന്നാൽ അവൻ മരണം മുഖാന്തരം ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെടും. മരണത്തോടുകൂടി ശരീരം മണ്ണിലേക്കോ അല്ല തീക്കോ ഇരയാകുമ്പോൾ അവന്റെ ആത്മാവ് മണ്ണിനും തീക്കും ഇരയാകാത്ത ഒരാത്മാവ് മനുഷ്യന്മേലുണ്ട്. ആ ആത്മാവിന്റെ രക്ഷയ്ക്ക് വേണ്ടി യേശു ക്രിസ്തു മരിച്ചപ്പോൾ മരിച്ച മനുഷ്യന്റെ അവൻ ജീവിതം മരണം കൊണ്ട് അവസാനിക്കുന്നില്ല. മരണം മുഖാന്തരം മനുഷ്യന്റെ നയനങ്ങൾക്ക് മുമ്പിൽ നിന്നുമാണ് മനുഷ്യൻ അകന്നുപോയിരിക്കുന്നത്. അവനെ സൃഷ്ടിച്ചവനായ ദൈവത്തിന്റെ നയനങ്ങളിൽ നിന്നും അവന് ഒരിക്കൽ പോലും മാഞ്ഞു പോകുന്നില്ല, നീങ്ങി പോകുന്നില്ല. മരിച്ച സകല മനുഷ്യനും ഉയർത്തെഴുന്നേൽക്കുമെന്നുമാണ് വിശുദ്ധ വേദപുസ്തകം രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്നാൽ മരണം മനുഷ്യനിൽ മേൽ ആമേൻ ഒരുക്കിയിരിക്കുന്ന വലിയൊരു അനുഗ്രഹമുണ്ട്. എന്താണ് അത്? 2 നിലകളിലാണ്. ഒരു അനുഗ്രഹവും ഒരു ദുഃഖവും അതിൽ കാണാൻ കഴിയുന്നുണ്ട്. ദുഃഖം എന്ന് പറയുന്നത് നിത്യ നരകത്തിലേക്ക് മനുഷ്യൻ കടന്നു പോകുന്നത് മനുഷ്യന്റെ ജീവിതത്തിൽ എന്നും നേർക്കുമായ ദുഃഖമാണ്. ഒരിക്കൽ പോലും വിടുതലില്ലാത്ത ഒന്നാണ്. എന്നാൽ നിത്യ സ്വർഗത്തിലേക്ക് മനുഷ്യനെ ദൈവം ഒരുക്കിയിരിക്കുന്ന വഴികളിലൂടെ അവൻ സഞ്ചരിപ്പാൻ തയ്യാറായ മരണാനന്തരം മനുഷ്യൻ ഒരുക്കിയിരിക്കുന്ന നിത്യമായ സ്വർഗമുണ്ട്. ഇന്ന് പകൽ ഈ സുവിശേഷത്തിന്റെ സന്ദേശങ്ങൾ കേൾക്കപ്പെടുന്നത് ദൈവം ഒരുക്കിയിരിക്കുന്ന നിത്യതകളിലേക്ക് സകല മനുഷ്യനും എത്തിച്ചേരണം. അതിനുവേണ്ടിയാണ് യേശു ക്രിസ്തു സകല മനുഷ്യന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി യേശു ക്രിസ്തു മരിച്ചത്. പ്രിയ സ്നേഹിത, താങ്കളെ സ്നേഹിക്കുന്നവനായ ഒരു ദൈവമുണ്ട് എന്ന് ഒരിക്കൽ കൂടി താങ്കൾക്ക് കേൾക്കപ്പെടുവാൻ ഇടയായി തീർന്നപ്പോൾ രക്ഷിക്കുന്ന ദൈവമാണ്. വ്യക്തിപരമായിരിക്കുന്ന ജീവിതത്തെ, കുടുംബ ജീവിതത്തെ, ജീവിതത്തിന്റെ പ്രതിസന്ധികളിൽ നിന്നും താങ്കളെ വിടിവിക്കുന്ന ദൈവമാണ്. ആത്മാവിനെ രക്ഷിച്ച ആമേൻ ആ വിടിവിക്കുന്ന ദൈവമാണ്. മരണത്തിനപ്പുറം പ്രത്യാശ നൽകി തന്ന മരണാനന്തരം ആമേൻ ജീവിതം എന്തേ എന്ന മാനവജാതിയെ പഠിപ്പിക്കുന്ന സന്ദേശമാണ് സുവിശേഷത്തിന്റെ സന്ദേശങ്ങള്. ഈ സുവിശേഷങ്ങള് കേട്ടിട്ടും അംഗീകരിക്കാൻ കഴിയാതിരിക്കുന്ന ഒരു മനുഷ്യൻ മരണത്തിലൂടെ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ട അവൻ നിത്യ നരകത്തിലേക്ക് കടന്നു പോകുകയാണ്. പിശാചിന് അവന്റെ കൂട്ടർക്കും ഒരുക്കിയിരിക്കുന്നതിലേക്ക് കടന്നു പോകുമ്പോൾ ഇന്ന് പകൽ ആ ദുഃഖങ്ങളിലേക്ക് കടന്നു പോകാതിരിക്കേണ്ടതിന് യേശുവിനെ കർത്താവിൻ രക്ഷകനുമായി സ്വീകരിക്കുക. റോമാലേഖനം ഇങ്ങനെ പറയുന്നു: യേശു എന്റെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും രക്ഷയ്ക്കായി അതിരം കൊണ്ട് ഏറ്റുപറയുകയും ചെയ്യാം. അപ്പോൾ ആ വ്യക്തി ഒരു ദൈവമകനാകും, ദൈവമകളാകും. ഈ രക്ഷയുടെ അനുഭവത്തിലേക്ക് കടന്നു വരുവാൻ ഈ ശബ്ദമരുന്നുകൾക്കുള്ളിൽ ആയിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവിന്റെ നാമത്തിൽ ആഹ്വാനം ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുവാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഞങ്ങളുടെ പ്രിയ പിതാവേ, അങ്ങയുടെ പരിശുദ്ധമായ നാമത്തിന് നന്ദിയോട് സ്തോത്രം. ഈ ശബ്ദമരുന്നുകൾക്കുള്ളിൽ ഞങ്ങളുടെ വാക്കുകളെ ശ്രദ്ധിച്ച് ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടുമാറാകണം. ഒരു വ്യക്തിപരമായ ജീവിതവും കുടുംബജീവിതവും ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടട്ടെ. ദേശവും കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ. കൃപ ധാരാളം പകരണം. ഭാഗത്തോ അങ്ങേക്ക് യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ.